നമസ്കാരം എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വട്ടം നിങ്ങൾ ചോദിച്ചതുപോലെ തന്നെ 5 ഹൈ ഗ്രാഫിക്സ് ഗെയിമുകളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങളുടെ ഫോണിൽ കളിക്കാൻ പറ്റുന്നത്. ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ഗെയിമുകളും നിങ്ങൾക്ക് iOS-ലും കളിക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ആൻഡ്രോയിഡിലാണ് കാണിക്കുന്നതെന്ന് മാത്രം. ഒന്നാമത്തെ നമ്മുടെ ഗെയിം ദ മോസ്റ്റ് എക്സൈറ്റിംഗ് റെഡ് ഡെഡ് റിഡംഷൻ. ഈ ഒരു ഗെയിമിനെ പറ്റി അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു AAA ടൈറ്റിലാണ്. നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലും പ്ലേ സ്റ്റേഷനിലൊക്കെ കളിക്കാൻ പറ്റുന്ന ഭയങ്കര അടിപൊളി ഒരു ഗെയിമാണ്. അതിൻ്റെ ഒരു മൊബൈൽ വേർഷൻ ആണ് ഇപ്പോൾ റിലീസ് ആയിട്ടുള്ളത്. ഫസ്റ്റ് നിങ്ങളുടെ ഫോൺ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോയെന്നുള്ളത് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഗെയിം നിങ്ങൾക്ക് വേണമെങ്കിൽ കളിച്ച് നോക്കാവുന്നതാണ്. ഗെയിം പ്ലേ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൽ ചില സമയത്ത് ഒരു ജിറ്റർ ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലാത്ത പക്ഷം ഗ്രാഫിക്സ് എല്ലാം ഭയങ്കര നൈസാണ്. എങ്ങനെയാണോ നമുക്ക് കമ്പ്യൂട്ടറിൽ കളിക്കാൻ പറ്റുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഫോണിലും കളിക്കാൻ പറ്റുന്നു. എൻ്റെ ഫോണിൻ്റെ അകത്തുള്ള പ്രൊസസ്സർ സ്നാപ്ഡ്രാഗൺ Gen 2 ആണ്. ഇതിന് വരെ അത്രയ്ക്കും സ്മൂത്ത് ആയിട്ട് ഈ ഒരു ഗെയിമിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ മേ ബി നിങ്ങൾക്ക് ഐഫോൺ ഉണ്ടെങ്കിൽ ഐഫോണിൽ തന്നെ നിങ്ങൾ കളിച്ച് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഐഫോൺ കുറച്ചുകൂടി ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. രണ്ടാമത്തെ നമ്മുടെ ഗെയിം, ഈ ഗെയിം റിലീസ് ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ ഐ വാസ് സൂപ്പർ എക്സൈറ്റഡ്. കാരണം ഞാൻ 2020-ലും 2022-23-ലൊക്കെ കമ്പ്യൂട്ടർ ഗെയിമിങ്ങിൽ ഭയങ്കര ഒബ്സസ്ഡ് ആയിട്ടിരുന്നപ്പോൾ ഈ ഗെയിം പഠിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ടാസ്ക്. ഇറ്റ്സ് വെരി കൺഫ്യൂസിങ്. ദ ഗെയിം ഈസ് കോൾഡ് ടോം ക്ലാൻസീസ് റെയിൻബോ സിക്സ് സീജ്. ഇതിൻ്റെ മൊബൈൽ വേർഷൻ വന്നിട്ടുണ്ട്. കറൻ്റ്ലി ഇത് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഐ എം റിയലി സോറി ഗൈസ്, ബട്ട് കാനഡയിൽ ഇത് അവൈലബിൾ ആയതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് കളിച്ച് കാണിച്ചു തരാൻ പോവാണ്. ഈ ഒരു ഗെയിമിൻ്റെ ചെറിയൊരു ഇൻസൈറ്റ് തരാം. ഇതൊരു 5v5 ടാക്ടിക്കൽ ഷൂട്ടിംഗ് ഗെയിമാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ക്ലാസിക് ആയിട്ടുള്ള അറ്റാക്കിംഗ് ആൻഡ് ഡിഫെൻസ് മോഡുകളാണ് വരുന്നത്. അതായത് 5 പേര് അറ്റാക്ക് ചെയ്യും, 5 പേര് ഡിഫെൻഡ് ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഈ 5 പേര് അറ്റാക്ക് ചെയ്യുന്നതിൽ നിന്നും 5 പേര് ഡിഫെൻഡ് ചെയ്യുന്നതിലും നമുക്ക് ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള ഓരോ എബിലിറ്റി ഉള്ള ഏജൻസ് ഉണ്ട്. ഇതൊരു ഷൂട്ടിംഗ് ഗെയിം എന്ന് പറയുന്ന സമയത്ത് ഇതിൻ്റെ കോർ എലമെൻറ്റ് ഷൂട്ടിംഗ് ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇറ്റ്സ് അബൌട്ട് IQ. നിങ്ങൾക്ക് എത്രത്തോളം സ്മാർട്ടായിട്ട് ചിന്തിക്കാൻ പറ്റുമോ അതിനനുസരിച്ച് ഈ ഗെയിം നിങ്ങൾക്ക് വിൻ ചെയ്യാൻ പറ്റും ഓരോ റൗണ്ടും. റെയിൻബോ സിക്സ് സീജിനെ പറ്റി ഈ ഒരു വീഡിയോയിലാണ് നിങ്ങൾ അറിയുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായില്ലേ? അതേപോലെ ആയിരുന്നു 2023-ൽ ഞാനിരുന്നത്. ഇറ്റ്സ് എ വെരി ടഫ് ഗെയിം ടു മാസ്റ്റർ. ബട്ട് ഫോണിലേക്ക് വന്ന സമയത്ത് ഗെയിം പ്ലേ ലുക്സ് സോ സ്മൂത്ത്. ഭയങ്കര ബട്ടറി സ്മൂത്തായിട്ട് ഫീൽ ചെയ്യുന്നു. ജിറ്ററിങ്ങോ ഹിക്കപ്പോ ഒന്നും തന്നെ ഫീൽ ചെയ്തിട്ടില്ല. ഗ്രാഫിക്സ് ഒക്കെ ഭയങ്കര നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈറ്റിങ്ങും റിഫ്ലക്ഷൻസ് ഒക്കെ ഭയങ്കര നന്നായിട്ടുണ്ട്. വോയിസ് കമാൻഡ്സ് ഭയങ്കര നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഗെയിമിന് മൊത്തത്തിലൊരു സ്മൂത്ത്നെസ് ഉണ്ട്. ആ സ്മൂത്ത്നെസ് അതേപോലെ മൊബൈലിലേക്ക് കൊണ്ടുവന്നിട്ടുമുണ്ട്, വിച്ച് ഈസ് വെരി നൈസ്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത് മാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വലിയൊരു ഗെയിം എത്തിയിട്ടുണ്ട്. അടുത്ത ഗെയിമാണ് സോംബി ഹാർബർ. ഈ സോംബി ഹാർബർ എന്ന് പറയുന്നത്, ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഷിപ്പിൽ കുറേ സോംബീസ് ഉണ്ടാവും. ആ സോംബീസിൻ്റെ ഇടയിൽ ഒരു പെണ്ണ് പെട്ടുപോകും. ആ പെണ്ണിനെ രക്ഷപ്പെടുത്താനായിട്ട് ഒരു ഹെലികോപ്റ്ററിൽ നമ്മുടെ നടനായിട്ടുള്ള നമ്മൾ വരും. ഹെലികോപ്റ്ററിൽ നിന്ന് അറിയാണ്ട് ഈ ഷിപ്പിലേക്ക് വീണു പോവും. എന്നിട്ട് ആ ഷിപ്പിൽ നിന്ന് ഉള്ള സോംബീസിനെയൊക്കെ കൊന്ന് ഓരോ മിഷൻസ് പാസ് ചെയ്ത് പോകാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഐഡിയ. ഗ്രാഫിക്സ് ഭയങ്കര നന്നായിട്ടുണ്ട്. ആ ഷൂട്ടിംഗ് മെക്കാനിസം, അതായത് ഇതിൻ്റെ അകത്ത് സോംബീസിനെ ഷൂട്ട് ചെയ്യുന്നതും അവരുടെ ഹെഡ് ഷോട്ട് ആണെന്നുണ്ടെങ്കിൽ ആ ഹെഡ് ഷോട്ട് രജിസ്റ്റർ ചെയ്യുന്നതും അവരുടെ തല ഇങ്ങനെ ബ്ലാസ്റ്റ് ആവുന്നതും, ചില സമയത്ത് വേറെ ഷിപ്പ് അടുത്തുകൂടി പാസ് ചെയ്ത് പോകും. ആ സമയത്ത് ആ ഷിപ്പിൻ്റെ ഹോണൊക്കെ നമുക്കിങ്ങനെ ഒരു ഭയങ്കര പേടിപ്പിക്കുന്ന ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും, വിച്ച് ഈസ് വെരി നൈസ്. കളിച്ചു നോക്കുക. ചെറിയ മിഷൻസ് ആണ്. എനിക്ക് തീരെ താല്പര്യമില്ലാത്തതാണ് ഈ കുട്ടി മിഷൻസ്. ബട്ട് ഇഫ് യു ഗൈസ് ആർ ഇൻ ടു ഇറ്റ്, ട്രൈ ഇറ്റ്. അടുത്ത ഗെയിമിൻ്റെ പേരാണ് ടുമോറോ ഓൺലൈൻ സർവൈവിംഗ്. ഈ ഒരു ഗെയിമിൻ്റെ തുടക്കം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ബെഡിൽ നിന്ന് തുണി മണിയില്ലാതെ ആയിരിക്കും എണീക്കുക. നിങ്ങൾക്ക് ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. അവിടെ നിന്ന് നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് തെണ്ടിത്തിരിഞ്ഞ് നിങ്ങൾ തുണിമണിയും കണ്ടുപിടിക്കണം. വുഡ് വെട്ടി ഫയർ ഉണ്ടാക്കണം. എന്നിട്ട് മൃഗങ്ങളെ പിടിച്ച് സ്റ്റേക്ക് ഉണ്ടാക്കി കഴിക്കണം. അതുപോലെ തന്നെ ഹെർബ്സും പ്ലാന്റ്സ് ഒക്കെ അവിടെ ഉണ്ടാവും. അത് പറിച്ചിട്ട് ഓരോ മെഡിസിൻസും കാര്യങ്ങളും ക്രാഫ്റ്റ് ചെയ്യണം. കംപ്ലീറ്റ്ലി സർവൈവലാണ്. പക്ഷേ ഇതൊരു ഈസി സർവൈവൽ ഗെയിമാണ്. ഞാൻ ആക്ച്വലി ഇതിന് മുന്നേ ഒരു സർവൈവൽ ഗെയിം കളിച്ചിട്ടുണ്ട്. അത് ഭയങ്കര പാടായിരുന്നു അത് എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കാൻ. ഇത് കുറച്ചുകൂടി എളുപ്പമാണ്. ഇതിനകത്ത് തന്നെ ഹിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഹിൻറ്റ് നോക്കി പോയാൽ മതി. ഇതിൻ്റെ അകത്ത് നമുക്കുള്ളൊരു ചലഞ്ച് എന്ന് വെച്ചാൽ ഇതിനകത്ത് കുറേ ഗൗൾസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അതായത് ഗോസ്റ്റ് പോലെ അത് വന്ന് നമ്മൾ തിന്നും. അപ്പോൾ അതിനെ ഫൈറ്റ് ചെയ്യാന്നുള്ളതും നിങ്ങളുടെ ഇതിനകത്തുള്ളൊരു ടാസ്ക്കാണ്. എനിക്കിഷ്ടപ്പെട്ട ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു സർവൈവൽ ഗെയിം വരപ്പോൾ സ്റ്റോറി എപ്പോഴും ലാക്ക് ചെയ്യാറുണ്ട് പല ഗെയിമുകളിലും. ഈ ഒരു ഗെയിമിൻ്റെ അകത്ത് ഭയങ്കര നല്ലൊരു സ്റ്റോറി ഉണ്ട്. നിങ്ങളൊരു ഡെഡ് ബോഡി കാണുന്നു. ആ ഡെഡ് ബോഡിക്കകത്ത് നിന്ന് ഒരു ലെറ്റർ കിട്ടുന്നു. ആ ലെറ്ററിൻ്റെ അകത്ത് ഭാര്യനെ ഏതോ ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്താക്കിയിട്ട് ഭർത്താവ് ഫുഡോ സാധനങ്ങളോ എന്തോ കണ്ടുപിടിക്കാൻ വന്നതാണ്. ഇയാൾ മരിക്കുന്നതിന് മുന്നേ വൈഫിന് വേണ്ടിയിട്ട് എഴുതിയൊരു കത്ത്. ആ കത്തും കൊണ്ട് വൈഫുള്ള ലൊക്കേഷനിലേക്ക് പോകുന്ന സമയത്ത് വൈഫ് അവിടെ മരിച്ചിരിക്കുന്നു. ഇങ്ങനെ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു സ്റ്റോറി ലൈനാണ് കൊണ്ടുപോകണേ. ട്രൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ട്രൈ ചെയ്യുക. ഒരുപാട് ടൈം വേണ്ട ഒരു ഗെയിമാണ്. പ്ലീസ് നോട്ട്. ഫൈനലായിട്ടുള്ള നമ്മുടെ ഗെയിം, ആൻഡ് ഇതിനകത്ത് ഏറ്റവും സൈസ് കൂടിയ ഗെയിം,
ഡെസ്റ്റിനി റൈസിംഗ്. നമ്മുടെ ഡെസ്റ്റിനി 1 ഡെസ്റ്റിനി 2 ആയിട്ട് ഒരു റിലേഷനും ഇല്ല. ഇതൊരു വേറൊരു ഫ്രാഞ്ചൈസി എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഔട്ട് ഓഫ് ദ വേൾഡ്, അത് വേറെ ഏതോ ഒരു ലോകത്താണ് നടക്കുന്നത്. ഇതൊരു ഓൾട്ടർനേറ്റ് യൂണിവേഴ്സിൽ നടക്കുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് ലൈറ്റ് ബെയറേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റ് ഓഫ് പ്ലേയേഴ്സ് ആൻഡ് ഹീറോസ് ആണുള്ളത്. അവരെ വെച്ച് നമ്മൾ വെടിവെക്കുക, കുറച്ചുകൂടി ഫ്യൂച്ചറിസ്റ്റിക് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇതിനകത്ത് നമ്മുടെ നോർമൽ ഗണ്ണൊന്നും ആയിരിക്കില്ല, പക്ഷേ ഗണ്ണുണ്ട്, ബട്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള മറ്റേ ലേസറൊക്കെ പോകുന്ന തരത്തിലുള്ള ഗൺ. ആൻഡ് വി ഹാവ് ടു ഫൈറ്റ് അതർ ഏലിയൻസ്. അങ്ങനത്തെ ഒരു ആംബിയൻസിലാണ് ഈ ഒരു ഗെയിം പോകുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മാറ്റർ, ഇതിനകത്ത് തേർഡ് പേഴ്സണിലും ഫസ്റ്റ് പേഴ്സണിലും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കളിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളിക്കാം. എനിക്ക് ഫസ്റ്റ് പേഴ്സൺ ആണ് ഫേവറേറ്റ്, ബട്ട് നിങ്ങൾക്ക് തേർഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ഫീൽഡ് ഓഫ് വ്യൂ ഉണ്ടാവും, കുറച്ചുകൂടി സാധനങ്ങളൊക്കെ കാണാം, കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഇത്രയാണ് നമ്മുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹൈ ഗ്രാഫിക്സ് 5 ആൻഡ്രോയിഡ് ഓർ iOS ഗെയിം. നിങ്ങൾക്ക് ഈ ഗെയിമിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാൻ പറ്റും, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് തന്നാൽ വളരെ നന്നായിരിക്കും. കാരണം ഈ ഗെയിമുകൾ കണ്ടുപിടിക്കാനും അത് ഇൻസ്റ്റാൾ ചെയ്യാനും കളിച്ച് നോക്കാനും ഒക്കെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.